സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ ഒരു ബഹളമാണ് അല്ലേ. ആ ബഹളത്തോടൊപ്പം ഒരാലോചനയും എന്ത് മക്കൾക്ക് കൊടുത്തു വിടും, എന്ത് കഴിക്കാൻ കൊടുക്കും, രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും എന്നൊക്കെ. അപ്പോൾ ഇന്ന് രാവിലത്തെ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ലഞ്ച് ബോക്സിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോറും കറികളൊക്കെയാണ്. നല്ലൊരു സോയാ ചങ്ക്സിൻ്റെ ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നുണ്ടാക്കിയത് കപ്പപ്പുട്ടാണ്. അതും വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ കപ്പ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ചേർന്നിട്ടുള്ള ഒരു വ്ളോഗാണ്. ഫുള്ളായിട്ട് കണ്ടു നോക്ക്. നല്ല റെസിപ്പീസാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും അടിപൊളി. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റു, ജനലും വാതിലൊക്കെ തുറന്നിടുന്നതാണ് ആദ്യത്തെ പരിപാടി. പിന്നെ നമ്മുടെ തലേ ദിവസത്തെ കറികളാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. ഇനി ഇതെല്ലാം എടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കാം. ചിക്കൻ കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നേ. സാധാരണ മീൻ പൊരിച്ചൊന്നും മിച്ചം വരുന്നതല്ല, ഈ തലേ ദിവസം ചിക്കൻ കറി കണ്ടുകൊണ്ട് അങ്ങനെ മിച്ചം വന്നതാണ് കേട്ടോ. അപ്പം രാത്രി വെച്ചതാണ് ചിക്കൻ കറിയും ചോറും ചപ്പാത്തിയൊക്കെ ആയിരുന്നു രാത്രിയിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാനൊന്ന് അപ്പുറത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ചോറിനുള്ള വെള്ളം വയ്ക്കാവേ. ഞാൻ കുക്കറിലാണ് അരി ഇടുന്നത്, അതാകുമ്പോൾ വേഗം വെന്ത് കിട്ടുമല്ലോ. കുത്തരിയാണ്. അപ്പോൾ അത് അരി ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്. മക്കൾക്ക് രാവിലെ കഴിക്കാനും ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. ചപ്പാത്തി ഇരിപ്പുണ്ട്, പക്ഷെ അവർ രാവിലെ ചിലപ്പോൾ ചോറുണ്ണും കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ആണെങ്കിൽ. അങ്ങനെ ഞാനൊരു അല്പം അരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലത്തേനും കൂടെ വേണ്ടി. അവർക്കുള്ള അരി മാത്രമാണ് കേട്ടോ കുക്കറിലിടുന്നത്. പിന്നെ നമുക്കുള്ളത് കലത്തിൽ പിന്നെ ഇടത്തേ ഉള്ളേ. അപ്പോൾ ഇത് അവർക്കുള്ള അരിയൊക്കെ കഴുകിയെടുത്ത് അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇത് ആദ്യം ഒന്ന് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ വിസിൽ വരത്തില്ലേ, ആ സമയത്തൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റൊക്കെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടുവേ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സോയ ചങ്ക്സ് ഇല്ലേ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മക്കളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്. ചെറിയ സോയ ചങ്ക്സ് ആണ്. ഇതാകുമ്പം വലുതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെ കട്ട് ചെയ്തൊന്നും എടുക്കണ്ട, അതുകൊണ്ട് ചെറുതാണ് ഇവിടെ മേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൽ ചെറിയ ഒരു തിളപ്പൊക്കെ വന്നപ്പോൾ ഞാൻ ആ ഒരു വെയിറ്റ് അങ്ങ് വെച്ച് കൊടുത്തു. സോയാ ചങ്ക്സ് ഇതാ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മക്ക് ടേസ്റ്റും ഒക്കെ മാറി പിന്നെ നല്ല സോഫ്റ്റായിട്ടും കിട്ടും. ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കുക്കർ ഒന്ന് വിസിലടിച്ചപ്പം അതുവഴി ഇതുവഴി എല്ലാം വെള്ളം ചാടിപ്പോയേ. ഞാൻ എന്നിട്ട് ഒന്ന് കുറച്ച് വെച്ച് ഇനി അവിടെ വെച്ചു. പിന്നെ അവിടെ ഇരുന്ന് അത് വെന്തോളും. ഇനിയിപ്പോൾ നമ്മുടെ സോയ തിളച്ച് കിടക്കുന്നത് നമുക്കിനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. ഇനി ചൂടാറി കഴിയുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ. ഈ നമ്മുടെ കുക്കറില്ലേ, ഇതിൻ്റെ അകത്ത് സ്പൂൺ ഇട്ടാൽ ഇതുപോലെ ചീറ്റുകയില്ലെന്നൊക്കെ പറഞ്ഞാൽ സ്പൂണൊക്കെ ഇടാറുണ്ട്, എന്നാലും വെള്ളം ചീറ്റും. ഇന്ന് ഇച്ചിരി കൂടുതൽ അരികളുണ്ട്, കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ കുക്കറിന് അങ്ങനെ വെള്ളമൊന്നും പുറത്തോട്ട് പോവാത്തതാണേ. പിന്നെ 1-2 വിസിൽ കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഓക്കെ ആയി. പിന്നെ അതങ്ങനെ വെച്ചു, അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ ഇന്ന് കൊടുത്തു വിടുന്നത് ഞാൻ സോയാ ചങ്ക്സ് ഫ്രൈ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, തൈര്, പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ അതൊക്കെയാണ്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയും ഈ 2 പച്ചക്കറി മക്കളുടെ ഫേവറേറ്റ് ആണ്. ഇത് രണ്ടുമായിരിക്കും മിക്കവാറും ചോറിൽ ലഞ്ച് ബോക്സിൽ കാണുന്നതല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ചിലർ ഈ ലഞ്ച് ബോക്സ് വീഡിയോ കാണുമ്പോൾ ചോദിക്കാറുണ്ട് മെഴുക്കുവരട്ടിയുടെ വീഡിയോ ഒന്ന് കാണിക്കാവോ എന്ന്. അതുകൊണ്ടൊന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, വലിയ കാര്യമായിട്ടുള്ള ഒന്നും റെസിപ്പിയല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. വെണ്ടയ്ക്ക ഇതുപോലെ വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുകിട്ട് പൊട്ടിച്ചിട്ട് ഈ ഒരു വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തേ. ഉള്ളിയും വെളുത്തുള്ളിയും ഉള്ളിയും സവോളയും പച്ചമുളകും ഒന്നും പിള്ളേർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഉപ്പും കൂടി ഇട്ടിട്ട് ഇതങ്ങ് അടച്ച് വെച്ച് കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് നമുക്ക് തുറന്ന് വെച്ച് വഴറ്റിയെടുക്കാവേ. അങ്ങനെ വെണ്ടയ്ക്ക അടുപ്പ് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരുന്ന് വെന്തോളും. നമ്മുടെ ആ സോയയുടെ ആ ഒരു ചൂടൊക്കെ മാറി തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇല്ലേ, അത് ഇതിലിങ്ങനെ പിടിച്ചിരിക്കും. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ പെരുംജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിത് ഒട്ടും എണ്ണ കുടിക്കാതിരിക്കാൻ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കണം. ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കോൺഫ്ലവർ ആണെങ്കിലും അടിപൊളിയാണ്. അരിപ്പൊടി ചേർക്കുമ്പോൾ പിന്നെ നല്ല ക്രിസ്പി ആയിട്ടും കൂടെ കിട്ടുവേ. നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴാണെങ്കിലും ആ ഒരു ക്രിസ്പിനെസ് പോവാതെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അരിപ്പൊടി ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മണം കിട്ടാൻ വേണ്ടി കസൂരി മേത്തി ചേർത്ത് കൊടുത്തേ. ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ചിക്കൻ ഫ്രൈയിലൊക്കെ ചേർക്കുന്നതാണ്. ആ ഒരു മണം കിട്ടാൻ വേണ്ടി ഇതിലും ചേർത്ത് കൊടുത്തു. ഒരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ച് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കാം. ആ സമയത്ത് ഇടയ്ക്ക് ഞാൻ എണ്ണയൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ചായിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തീ ഒന്നും ഒട്ടും കുറച്ചൊന്നും വെക്കണ്ട, ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവേ. കാരണം ഇത് വെന്തതാണ്, പിന്നെ എണ്ണ കുടിക്കും കേട്ടോ കുറച്ച് വെച്ചാൽ. അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വെന്തതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ, വെണ്ടയ്ക്ക വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ വെള്ളം
ഒന്നും ഇല്ലാതെ കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റായിട്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റുമേ. അതുപോലെ ഇതുപോലെ പരന്ന ഫ്രൈ പാനിലും കൂടെ വെണ്ടയ്ക്കയൊക്കെ റെഡിയാക്കി എടുക്കണം. അതാകുമ്പോൾ ഒട്ടും പൊട്ടിയൊന്നും പോവാതെ നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക അവിടെ നിന്ന് ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഞാനിന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോയ ഫ്രൈയും ഇവിടെ റെഡിയാവുന്നുണ്ട്. ഫസ്റ്റ് ബാച്ച് ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ കുറച്ചൊക്കെ ഇത് കുടിക്കും കേട്ടോ. തീരെ എണ്ണ കുടിക്കാതിരിക്കുന്ന സംഭവമല്ല ഈ സോയ. എണ്ണയും വെള്ളമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ച് വീർത്ത് എടുക്കും, വീർത്ത് വരും ഈ സോയ. അങ്ങനെ നമ്മുടെ സോയ ഫ്രൈ ചെയ്യാൻ വീണ്ടും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി. ചോറും കൂടെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമയം മക്കൾക്ക് പോവാറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോറിൻ്റെ വിസിലൊന്ന് കളഞ്ഞെടുക്കുകയാണ്. കറക്റ്റ് വേവാണ് കേട്ടോ, കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതൊരു അരിപ്പയിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കാം, അല്ലെങ്കിൽ കുക്കറിൽ തന്നെ അങ്ങ് വടിച്ചാലും മതി. പക്ഷേ ഇത് ഇച്ചിരി വലിയ കുക്കറായതുകൊണ്ട് എനിക്ക് പാടാം. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ സ്ട്രെയിനറിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കത്തേ ഉള്ളൂ. അതാകുമ്പോൾ പെട്ടെന്ന് ചൂടാറിയും കിട്ടുമല്ലോ. ആ ഒരു കാര്യം കൂടെ ഓർത്തിട്ടാണ്. അങ്ങനെ ചോറും റെഡിയായി, എല്ലാം റെഡിയായി. ഇനി മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അവർക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ നല്ല ചൂട് ചോറ്, സോയാ ചങ്ക്സിൻ്റെ ഫ്രൈ, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ചിക്കൻ കറി, അതൊക്കെ കൂട്ടിയിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു. ചില ദിവസങ്ങളിൽ അവരിതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറുണ്ണും കേട്ടോ. അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കുകയുള്ളൂ. ഇന്നലത്തെ ചപ്പാത്തി അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് വേണ്ടായിരുന്നേ. അതുകൊണ്ട് പിന്നെ അവർ ചോറുണ്ടു. അങ്ങനെ രണ്ടാൾക്കും ഇതാ ചോറൊക്കെ വിളമ്പി കൊടുത്തു. അവരിനി കഴിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ രണ്ടുപേരും ലഞ്ച് ബോക്സ് എടുത്തു. ഈ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് എവിടുന്നാണ് മേടിക്കുന്നതെന്ന്. ഇത് ഞാൻ മേടിച്ചത് നമ്മുടെ ഫ്രീ ബേർഡ് എന്നുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. അവരെനിക്ക് കൊളാബിന് അയച്ചതെന്നാണ്. അങ്ങനെ ആ ഒരു ബോക്സാണ്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അത്രയ്ക്ക് ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്, നല്ല കട്ടിയുള്ളതാണ്. ഞാൻ ഇത്രയും നാളുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്പേസ് കുറവാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിക്സ് ആവുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ അത്രയ്ക്കൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആ പേജൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ പേജിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലഞ്ചൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു വെച്ചു. ഓട്ടോ വിളിച്ചിട്ട് ഇച്ചിരി താമസം കൊണ്ട് വരാൻ വേണ്ടി. ആ സമയത്ത് മോള് പഠിക്കുകയാണ് കേട്ടോ. അവർക്ക് പരീക്ഷയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇന്ന് പരീക്ഷയാണ്. അങ്ങനെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇന്നും കൂടി അവർക്ക് ലഞ്ച് കൊണ്ടുപോയാൽ മതിയേ. ഇനി തൊട്ട് അവർക്ക് ഉച്ച വരെ പഠിത്തമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം കൂടെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തെടുത്താൽ മതി. 12 മണിയാകുമ്പോൾ കഴിയും ഇനിയുള്ള ക്ലാസ്സുകൾ. ക്രിസ്മസിൻ്റെ എക്സാമാണ് കേട്ടോ അവർക്ക്. അപ്പോൾ ആദ്യത്തെ എക്സാമാണ്. അപ്പോൾ അവളുടെ പഠിത്തമൊക്കെ കണ്ടില്ലേ, പോകാറായപ്പോൾ ഉള്ളൊരു പഠിത്തം. അങ്ങനെ ഇതാ കറക്റ്റ് ഓട്ടോ വന്നില്ല എന്ന് പറഞ്ഞ് നോക്കി നിന്നപ്പോൾ ഓട്ടോ വന്നു. അങ്ങനെ ഇതാ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടെ. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വന്നപ്പം ഇതാ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു. നമ്മളൊരു കുറച്ച് കാര്യം ചെയ്താലും സിങ്ക് നിറച്ച് പാത്രം കാണുമല്ലേ. അപ്പോൾ പിന്നെ രാവിലത്തെ ഇത്രയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ പാത്രം എങ്ങനെ ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി പാത്രമൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആ കപ്പപ്പുട്ടൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന്. നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കപ്പപ്പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ പറമ്പിലുണ്ടായ കപ്പയാണ്. വാപ്പിച്ചി കൃഷി ചെയ്തുണ്ടാക്കിയ നല്ല നാടൻ കപ്പ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാര്യം ഇത് ചെറുതായിട്ടിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കപ്പയായിരുന്നു. എലി വെച്ചേക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതെല്ലാം അങ്ങ് പറിച്ചെടുത്തു. നമ്മുടെ റിലേറ്റീവ്സിനും നമ്മുടെ അയൽവക്കത്തൊക്കെ കുറച്ച് കൊടുത്തു. പിന്നെ നമ്മളും ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കപ്പപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ നാടൻ കപ്പപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല രുചിയാണ്. അങ്ങനെ അതൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കഴുകി അങ്ങ് എടുക്കുകയാണ്. ഇത്രയും ഈ ഒരു കപ്പ കൊണ്ട് ഒരു 4 കുറ്റി പുട്ട് വരെ ഉണ്ടാക്കാം കേട്ടോ. 4.5 കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ആദ്യം നമ്മളെല്ലാം കഴുകി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ കപ്പ. അതിൻ്റെ നാരില്ലേ അതങ്ങ് കളഞ്ഞിട്ടെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ആവി കയറി കഴിയുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാൻ കിട്ടും, ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അവിടെ നാര് കളഞ്ഞിട്ട് വേണം കപ്പ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ചില കപ്പയിലാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇങ്ങനെ പിഴിയുമ്പോൾ വെള്ളം കാണും. പക്ഷേ ഇത് അങ്ങനെ വെള്ളമൊന്നുമില്ലായിരുന്നു. പിന്നെ നമുക്ക് ഈ കപ്പ ഒന്ന് കഴുകിയും കൂടി എടുക്കണം. അപ്പോൾ ഇത് ഈ ഗ്രേറ്റ് ചെയ്ത കപ്പയെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിറച്ച് വെള്ളം എടുത്ത് ഇതുപോലെ നന്നായിട്ട് ഞെരടി കഴുകണം. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ അങ്ങ് പോകണം കേട്ടോ. കപ്പയിൽ ചെറിയ അളവിൽ സൈനൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കപ്പ ഇതുപോലെ കഴുകി അതിൻ്റെ സ്റ്റാർച്ചും ആ സൈനൈഡൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. നമ്മൾ കപ്പയൊക്കെ സാധാ വേവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളിങ്ങനെ വേവിച്ച് ഊറ്റിയിട്ടല്ലേ കപ്പ ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ ആ ഒരു സൈനൈഡ് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഒക്കെ ഈ കപ്പയിൽ നമ്മൾ കപ്പ വേവിക്കാൻ മഞ്ഞൾപ്പൊടി ഇടുന്നതൊക്കെ ഈ കപ്പയിലെ ആ സൈനൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി എടുത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ അങ്ങ് കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട്
മിക്സ് ചെയ്യാം. ഇനി വേണ്ടുന്നത് പുട്ടുപൊടിയോ അരിപ്പൊടിയോ ആണ് കേട്ടോ. ഞാനിവിടെ പുട്ടുപൊടിയല്ല, സാധാ അരിപ്പൊടിയാണ് എടുക്കുന്നത്. അരിപ്പൊടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി എടുക്കണേ. അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് അളവിന് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതുപോലെ പിടിച്ച് കഴിയുമ്പോൾ ഉരുണ്ടയായിട്ടിരിക്കണം. അങ്ങനെ അത് നമ്മളിങ്ങനെ ഇതായിട്ട് വിടുമ്പോഴത്തേക്കിനും പൊടിയായിട്ട് വീഴുകയും ചെയ്യണം. അതാണ് പുട്ടിൻ്റെ കണക്ക്. കുറച്ച് തേങ്ങ തിരുമിയതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ നമുക്കിതാ പുട്ടിൻ്റെ മാവൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് അടച്ച് നമുക്കൊന്ന് 15 മിനിറ്റ് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി പുട്ടുകുറ്റിയിൽ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുടത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറ്റിയിലേക്ക് സാധാ നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തേങ്ങ ഇട്ടു, പിന്നെ കപ്പയുടെ മിക്സ് ഇട്ടു, വീണ്ടും തേങ്ങ ഇട്ടു, കപ്പയുടെ മിക്സ് ഇട്ടു, ലാസ്റ്റ് തേങ്ങ ഇട്ടിട്ട് നമുക്കിതൊന്ന് ആവിയേറ്റിയെടുക്കാം. തേങ്ങയൊക്കെ എത്ര ഇടുന്നു അത്രയും രുചിയാണ് പുട്ടിന്. സാധാ പുട്ടിന് പോലും തേങ്ങ ഇടുമ്പോൾ രുചിയല്ലേ, പിന്നെ കപ്പപ്പുട്ടിൻ്റെ കാര്യം പറയണോ? നിങ്ങൾ ഇതുവരെയും കപ്പപ്പുട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. പണ്ടൊക്കെ ഉമ്മച്ചി പറഞ്ഞു ഇതൊക്കെ പുഴുങ്ങി ഉണക്കി പൊടിച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. പക്ഷേ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതൊരു വീഡിയോ നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പുഴുങ്ങി ഉണക്കിയൊക്കെയാണ് കപ്പപ്പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. പിന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ആവി കയറിയാൽ മതി. ഇത് നല്ല നാടൻ കപ്പയായതുകൊണ്ട് വേഗം വെന്ത് കിട്ടിയേ. അപ്പം നിങ്ങൾ കപ്പ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ വേവിന് വ്യത്യാസം വരും. ഒരു 10-15 മിനിറ്റ് അത്രയും വെച്ചങ്ങ് വേവിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നല്ല നോൺ വെജ് കറി, മീൻ കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കണം. അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ കുഞ്ഞു മോൾ എഴുന്നേറ്റ് വന്നു. അവൾ എഴുന്നേറ്റ് വന്നിട്ട് അവൾ കപ്പ പുട്ട് കഴിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അവൾക്ക് ഏത്തപ്പഴം വാട്ടി കൊടുത്തു നെയ്ക്കാതെ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അവൾക്ക് ഭക്ഷണം വേണമെന്ന് തോന്നിയാൽ അവൾ കഴിച്ചോളും. ഇല്ലെങ്കിൽ ആൾക്ക് ഇച്ചിരി മടിയായി. ഇപ്പോൾ എനിക്കൊന്ന് ഇച്ചിരി മടിയാണ് കേട്ടോ ആൾക്ക്. പിന്നെ കുറച്ചൊക്കെ കഴിച്ചു, കുറച്ചൊക്കെ അവിടെ വെച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.